നമസ്കാരം. അങ്ങനെ അവസാനം സംഘപരിവാറിന്റെ വിഷവിത്തായിട്ടുള്ള ടി.ജി. മോഹൻദാസിനെതിരെ പോലീസ് കേസെടുത്തു. SFI 2-3 ദിവസം മുമ്പ് ഈ വിഷപ്പാമ്പിനെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് തുടക്കമൊന്നും കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അവസാനം യൂത്ത് കോൺഗ്രസും ചോദിച്ചു തുടങ്ങി. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുത്തു. എന്തുകൊണ്ടാണ് ഈ ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കാൻ പോലീസ് വൈകുന്നതെന്ന്. അങ്ങനെ യൂത്ത് കോൺഗ്രസ് തന്നെ പോലീസിനെതിരെ വിമർശനവുമായി രംഗത്തേക്ക് വരുന്നു. അങ്ങനെ അവസാനം ഈ ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇപ്പൊ എവിടെയാണ് ടി.ജി. മോഹൻദാസ്? എന്ത് ചെയ്യുന്നു? സംഘപരിവാറിന്റെ ഹീറോ മൂപ്പര് ഒളിവിലാണ്. ഏതോ ബങ്കറിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. ഈ പോലീസ് പിടിച്ച് അകത്തിട്ടിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ഇഷ്ടമുള്ളതൊക്കെ അതിനകത്തിരുന്ന് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കണേ, എത്ര വലിയ തെമ്മാടിത്തരമാണ് ഈ ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യനൊന്നും ഇയാളെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. മനുഷ്യർക്ക് പോലും അപമാനമായിട്ടുള്ള ഈ വിഷജന്തു ചെയ്തത്. അതായത് ജന്തർമന്ത്രിൽ ഒരു പറ്റം യുവതി യുവാക്കൾ സമരം നടത്തുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന കൂട്ടായ്മയും ഇടത് യുവജന സംഘടനകളും കൂടി നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ CBSE +2 പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നു. ആ സമരം ശക്തമാകുന്നു. അവസാനം ആ സമരത്തിന് മുമ്പിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരുന്നു. അവസാനം ആ മന്ത്രിക്ക് പോലും രാജിവെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഈ സമരം അങ്ങ് മൂർച്ഛിച്ചപ്പോൾ, ഈ സമരത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചപ്പോൾ, ഈ സമരത്തെ തകർക്കാൻ വേണ്ടി ദേശീയ മാധ്യമങ്ങളും ഒപ്പം പല വിഷം തുപ്പുന്ന മാധ്യമങ്ങളും ഒക്കെ ശ്രമം നടത്തിയിട്ടൊക്കെ അത് തകരാതെ അതിനെയൊക്കെ തകർത്ത് ജനങ്ങൾ ഇതിന് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ അപ്പോഴാണ് ഈ ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന പാമ്പിന് അങ്ങ് വല്ലാത്ത രീതിയിൽ മൊന്തത്. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം കള്ളക്കഥകളുമായി അഭിജിത്ത് ദീപിക അടക്കമുള്ള ആളുകൾ വലിയ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരിക മാത്രമല്ല ചെയ്തത്. ഞാനായിരുന്നുവെങ്കിൽ ഒരു കർഫ്യൂ അങ്ങ് പ്രഖ്യാപിച്ച് തുരിതുര വെടിവെച്ച് ഇവരെയൊക്കെ കൊല്ലുമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ ശവമൊക്കെ തൂക്കി ഞാൻ ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മാത്രവുമല്ല, ഈ ബലാത്സംഗമൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് അവിടെ ഈ സമരത്തിന് വരുന്നത് എന്നൊക്കെയാണ് ഈ വഷളൻ ഇരുന്നിട്ട് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മാധ്യമത്തിലൂടെ, ഒരു യൂട്യൂബിലൂടെ ഇരുന്നാണ് അമ്മാതിരി വഷളത്തരങ്ങൾ മുഴുവൻ പറഞ്ഞ് നമ്മൾ കേട്ടത്, അല്ലേ? അതായത് അദ്ദേഹത്തിന്റെ ചെറുമക്കളുടെ പ്രായമേ. അങ്ങനെ ചെറുമക്കളുടെ പ്രായമുള്ള പിള്ളേരെ പറ്റിയാണ് ഈ വഷളൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇയാളുടെ വീട്ടില് ഈ പറയുന്നത് പോലെ അമ്മയും പിള്ളേരൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഇവനെയൊക്കെ അടിച്ചവന്റെ കർണം പോവുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം അത്തരത്തിലുള്ള തോന്നിവാസമാണ് ഈ ടി.ജി. മോഹൻദാസ് എന്ന് പറഞ്ഞ ഈ വിവരദോഷി പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ RSS കൈവിട്ടു എന്നൊക്കെയുള്ള ഒരു വാർത്ത പുറത്തു കേൾക്കുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ RSS കൈവിട്ടു എന്ന് പറയുന്നത് പോലെ ഒരു ഇരട്ടത്താപ്പല്ലേ? എന്നാലോചിച്ചു, ഇയാൾ RSSന്റെയും BJPയുടെയും ഒക്കെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു നടന്നൊരു വ്യക്തിയല്ലേ? മുൻകാലങ്ങളിലൊക്കെ പല മാധ്യമങ്ങളിലും ഒക്കെ ഇയാൾ ഇവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ, നിലപാട് പറയാൻ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പോ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോ പണിപാളി ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞു എന്ന് കണ്ടപ്പോ ഞങ്ങൾക്ക് മൂപ്പർ അറിയില്ല കേട്ടോ എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഈ ടി.ജി. മോഹൻദാസ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുമ്പോൾ, ഇത്രയും വഷളമായ ഒരു പ്രതികരണം നടത്തുമ്പോൾ എവിടെയായിരുന്നു നമ്മുടെ ഗവൺമെന്റ്? സ്വമേധയാ കേസെടുത്ത് ഇയാളൊക്കെ പിടിച്ച് തൂക്കി അകത്തിടണമായിരുന്നു. ഇയാളെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടണമായിരുന്നു. അമ്മാതിരി തോന്നിവാസമല്ലേ ഇയാൾ കാണിച്ചു കൂട്ടിയത്? ഇയാള് ഇത്തരത്തിലുള്ള വഷളൻ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ഇയാളുടെ സമാന ചിന്താഗതിയുള്ള ചില ആളുകൾ ഇത് ഷെയർ ചെയ്യാനും ഇത് കണ്ട് കൈയടിക്കാനും ഒക്കെ അവർ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് തോന്നുന്നത് ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് തന്നെ ചോദിക്കാനാണ്. ഇയാളൊന്നും മനുഷ്യനല്ല. ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരൂപം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, മനുഷ്യനാകാൻ കൂടി കഴിയണമെന്ന്. ഇയാൾക്ക് ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മനുഷ്യനാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, എത്ര വിദ്യാർത്ഥികളാണെന്ന് ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തത്. 14 പേരാണ്. 14 പേർ അവരുടെ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവർ ജീവൻ ഒടുക്കി. അപ്പോൾ അവർക്ക് നീതി കിട്ടാൻ വേണ്ടി കൂടിയാണ് ഈ നാട്ടിലെ യുവതി യുവാക്കളൊക്കെ സമരം നടത്തിയത്. അങ്ങനെ സമരം നടത്തി ആ സമരം വലിയൊരു വിജയപഥത്തിലേക്ക് എത്തുമെന്നായപ്പോ കള്ളക്കഥകളുമായി കള്ള തെമ്മാടി ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് വായിൽ തോന്നിയ മുഴുവൻ ചെറ്റത്തരം യൂട്യൂബിലൂടെ വിളിച്ച് തൂവുകയാണ്. നാണം തോന്നുന്നില്ലേടോ ടി.ജി. മോഹൻദാസെ എന്ന് തന്നെയാണ് ചോദിച്ചു പോകുന്നത്. ടി.ജി. മോഹൻദാസിനെ പോലുള്ള വിഷജന്തുക്കൾ നമ്മുടെ കേരളത്തിന് പോലും അപമാനമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ ഒന്നും നമ്മൾ ഈ പറയുന്നത് പോലെ എങ്ങും ഒരു മെയിൻ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലോ ഒന്നും കണ്ടിരുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വഷളത്തരവും വർഗീയതയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പിടിച്ചകത്തിടുന്ന ഒരു ഗവൺമെന്റ് ഒരു മാസം 2 മാസം മുമ്പ് കൂടെ ഉണ്ടായിരുന്നു, അല്ലെ? LDF ഗവൺമെന്റ്. ആ LDF ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പോക്കിത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കുമെന്നും പിടിച്ചകത്തിടുമെന്നും നന്നായിട്ട് ഇത്തരക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഷാജസ് കറിയെ പോലുള്ള ആളുകളൊക്കെ ബങ്കറിനകത്ത് ഒളിച്ചിരുന്നത്, ഓർക്കുന്നുണ്ടല്ലോ.
അതുകൊണ്ടാണല്ലോ ശശികലയെ പോലുള്ള ആളുകളൊക്കെ ഏത് സെക്രട്ടേറിയറ്റിന്റെ അടുത്തേക്ക് പോലും അടുക്കാതെ പലയിടങ്ങളിലും ഒക്കെ ഒളിച്ചിരുന്നത്. ഇപ്പോ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ശശികല പോകുന്നു, ഷാജൻ സ്കറിയ പോകുന്നു, അങ്ങനെ സംഘപരിവാറിന്റെ RSSന്റെ ആളുകളൊക്കെ പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. യൂത്ത് കോൺഗ്രസ് ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രധാനമന്ത്രി അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുക്കുന്നു, എന്തുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് അവരെ കൊണ്ട് ചോദിപ്പിച്ചത് ഈ നാട്ടിലെ സർക്കാരാണ്, സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാടുകളാണ്. പ്രധാനമന്ത്രി അധിക്ഷേപിച്ച സ്ത്രീക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന നിലപാടൊന്നും എനിക്കില്ല കേട്ടോ. തീർച്ചയായിട്ടും കേസെടുക്കണം. നമുക്കൊരാളെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാം, പക്ഷേ ഒരിക്കലും ജാൻമണിയൊക്കെ പറഞ്ഞതുപോലെ വിമർശിക്കാൻ പാടില്ല എന്ന നിലപാടാണ് എന്റേത്. കാരണം അതൊക്കെ ഒരു ഏറ്റവും തരം താഴ്ന്ന ഒരു 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 ശൈലിയാണ്. അത്തരത്തിൽ ആരെയും ആക്രമിക്കരുത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അവിടെ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ TG മോഹൻദാസിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഇത് ആരെ സന്തോഷിപ്പിക്കാനാണ്? പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച ആളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരെയാണ് സന്തോഷിപ്പിക്കുന്നത്? BJPയെയും RSSനെയുമാണ്. TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേസെടുക്കാതിരിക്കുമ്പോൾ ആരെയാണ് സന്തോഷിപ്പിക്കുന്നത്? അതും BJPയെയും RSSനെയുമാണ്. അപ്പോൾ ഈ സർക്കാർ അടിമുടി BJPയെയും RSSനെയും ഒക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു സർക്കാരാണോ എന്ന് സ്വന്തം പാർട്ടിയുടെ യുവജന സംഘടനകൾക്ക് പോലും സംശയം തോന്നിയാൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. PM ശ്രീ നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിപ്പോ അറബിക്കടലിലേക്ക് ഈ PM ശ്രീ എടുത്തെറിയുമെന്ന് പറഞ്ഞ ആളുകൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പൊ കോലും പിടിച്ച് രംഗത്തേക്ക് നടക്കുന്നു. അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ പോയി കാണുന്നു. എത്ര ഡിഗ്രിയിലാണ് കുഞ്ഞാണ് ഇങ്ങനെ നിൽക്കുന്നത് VD സതീശൻ എന്നറിയില്ല. അങ്ങനെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ താണ് വണങ്ങുന്നു. അമിത്ഷായെ കാണാൻ വേണ്ടി പോകുന്നു. NDAയുടെ നേതാക്കന്മാരെ മുഴുവൻ കേരളത്തിൽ കാണുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കും സംശയം ഉണ്ടാകുമെന്നേ. ഗവൺമെന്റ് ലീഡറായിട്ട് സംഘപരിവാറുകാരൻ വരുന്നു. അത് ചോദ്യം ചെയ്യുന്ന KSUവിനെ അത് ചോദിക്കാൻ അവരാരാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന മുഖ്യമന്ത്രി. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് TG മോഹൻദാസിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് ഒരു യുവജന സംഘടന ചോദിക്കും. അപ്പോ SFI പരാതി കൊടുത്തു. എന്തായാലും യൂത്ത് കോൺഗ്രസും നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ എന്തായാലും ഇവിടെ TG മോഹൻദാസിനെതിരെ കേസെടുക്കുകയാണ്. കേസെടുത്തുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല, അയാൾ അറസ്റ്റ് ചെയ്യുക കൂടി ചെയ്യണം. കേസെടുത്താൽ പിന്നെ അറസ്റ്റ് ചെയ്യാൻ എന്താണോ മടിയുള്ളത്? കേസെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യാമല്ലോ. പക്ഷേ അറസ്റ്റ് ചെയ്യാതെ ഇരട്ടത്താപ്പ് ഇറക്കുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കേസെടുത്തല്ലോ എന്ന് പറയാൻ വേണ്ടിയാണോ ഇപ്പൊ ഈ തന്ത്രം പയറ്റിയിരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ അയാളെ വേണമെങ്കിൽ, ആ കിളവനെ വേണമെങ്കിൽ വിത്തിൻ സെക്കൻഡ് വേണമെങ്കിൽ പൊക്കാം. പക്ഷെ എന്തുകൊണ്ട് പൊക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മളൊക്കെ കാര്യമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് സമരം ചെയ്യാൻ വരുന്ന പെൺകുട്ടികളൊക്കെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്ത് പറയാനാണ് ഈ തെമ്മാടിയോട്? ഇവന്റെയൊക്കെ ചിന്താഗതി എന്താണ്? ഇവന്റെയൊക്കെ കാഴ്ചപ്പാട് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത്തരക്കാരെ ഒരിക്കലും ഒരു സർക്കാർ ഒരു രീതിയിലും ഈ രീതിയിൽ നടപടി സ്വീകരിക്കാതെ അലംഭാവം കാട്ടിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കരുത്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രതികരണം ആരെ രേഖപ്പെടുത്തിയാലും അവരെ വിത്തിൻ സെക്കൻഡ് തൂക്കിയെടുത്ത് അകത്തിടണം. TG മോഹൻദാസിനെ പോലുള്ള വിഷജന്തുക്കൾ, വിഷവിത്തുകൾ, തെമ്മാടികൾ സത്യത്തിൽ അകത്ത് കിടക്കേണ്ടവർ തന്നെയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.